Hi all, good morning. നമ്മുടെ വി എഫ് എയുടെ റിവിഷൻ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ക്ലാസ് ഇന്നലെ അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാണാത്തവരെന്ത് ചെയ്യുക, അത് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ന് നിങ്ങൾക്ക് പഠിക്കേണ്ട എല്ലാ ടോപ്പിക്കും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കണ്ടതിന് ശേഷം നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ അതിൽ ജോയിൻ ചെയ്യുക. അതിൽ എന്തുണ്ടാവും, ഇതിൻ്റെ എക്സാം ഉണ്ടാവും. ആ എക്സാം പോയിട്ട് അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, എന്നിട്ട് എക്സാം അറ്റൻഡ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കൂടെ അതിൽ മെൻഷൻ ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. അതിന് മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്തേക്ക് നിങ്ങൾ ഇത് എത്തിക്കുക, അതായത് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത്. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഇതിൽ ആദ്യം കൊടുത്തിട്ടുള്ളത് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ആണ്. ഇന്ന് ആദ്യം നോക്കുന്നത് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് നോക്കാം. ഓക്കെ, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാ? ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ആരെന്ന് പറയുന്നത്? ശ്രീനാരായണ ഗുരു അല്ലെ? ശ്രീനാരായണ ഗുരുവാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി എന്ന് പറയുന്നത്. കേരളത്തിലെ ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് ആത്മോപദേശ ശതകം എഴുതിയത് എന്ന് ചോദിച്ചാൽ ആരെ പറയണം? ശ്രീനാരായണ ഗുരുവാണ്. ഇത് രണ്ടും എന്താണ്? PYQ ആണ് കേട്ടോ. കേരളത്തിലെ ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് ആത്മോപദേശ ശതകം എഴുതിയത്? ശ്രീനാരായണ ഗുരു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ശ്രീനാരായണ ഗുരുവിന്റെ മറ്റു പ്രധാന രചനകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമേ കൊടുത്തിട്ടുള്ളൂ, എല്ലാം കൂടെ കൊടുത്തിട്ടില്ല. PYQ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ശ്രീനാരായണ ഗുരുവിന്റെ മറ്റ് പ്രധാന രചനകളാണ് ഏതെന്ന് പറയുന്നത്? 1 ദർശനമാല, 2 ശിവശതകം, 3 ജാതി ലക്ഷണം, 4 ആത്മവിലാസം, 5 അദ്വൈത ദീപിക. ഓക്കെ, ഇനി മറ്റൊന്ന് ശ്രീനാരായണ ഗുരുവിന്റെ എന്താണ് ആദ്യ രചന എന്ന് പറയുന്നത് ഏതാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചന എന്ന് പറയുന്നത് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ്. ഓക്കെ, അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന രചനകളാണ് ദർശനമാല, ശിവശതകം, ജാതിലക്ഷണം, ആത്മവിലാസം, അദ്വൈത ദീപിക. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചന ചോദിച്ചാല് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ്. ആത്മോപദേശ ശതകം എഴുതിയതും ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഇനി ചട്ടമ്പി സ്വാമികളെ അറിയാലോ. മറ്റൊരു നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമി. ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതികളാണ് ഏതൊക്കെ? വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, ഇതൊക്കെ PYQ ആണ്. മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ചേതനം. അപ്പൊ വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ചേതനം, ഇതൊക്കെ ആരുടേതാണ്? ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതികളാണ്. ഓക്കെ ആണല്ലോ. ഇനി ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച രചനയാണ് നവമഞ്ചരി എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരു PYQ ആണ്. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച രചന ഏതെന്ന് ചോദിച്ചാൽ നവമഞ്ചരിയാണ്. ഓക്കെ, ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവെന്ന് പറയുന്നത് ആരാണ്? കേളപ്പനാണ്. ഓക്കെ, കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് എന്ന് പറയുന്നത്. അതുപോലെ എന്തും അറിയപ്പെടുന്നുണ്ട്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നുണ്ട്. ആര്? നമ്മുടെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ ആരായിരുന്നു? സെക്രട്ടറി ആയിരുന്നു കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ ആരായിരുന്നു? കേളപ്പൻ ആയിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? കേളപ്പൻ. ഓക്കെ, അതുപോലെ NSSന്റെ സ്ഥാപക പ്രസിഡന്റ് കൂടിയാണ് കേളപ്പൻ. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിനായിട്ട് കേരളത്തിൽ നിന്നും തെരഞ്ഞെടുത്ത വ്യക്തിയാണ് കേളപ്പൻ എന്ന് പറയുന്നത്. അപ്പൊ കേളപ്പൻ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവാണ് കേളപ്പന്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ്. NSSന്റെ സ്ഥാപക പ്രസിഡന്റ് ആണ്. ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിനായി കേരളത്തിൽ
നിന്നും തെരഞ്ഞെടുത്ത വ്യക്തിയാണ്. ഇനി കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അതും കെ കേളപ്പനാണ്. കെ കേളപ്പനാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ കെ കേളപ്പൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടതെന്നാണ്? അത് 1990 ഓഗസ്റ്റ് 24. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കാം. 1990 ഓഗസ്റ്റ് 24 എന്ത് ചെയ്തത്? കെ കേളപ്പൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അപ്പൊ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. കെ കേളപ്പൻ വർഷം എന്നാണ്? 1990 ഓഗസ്റ്റ് 24. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ KPCC പ്രസിഡന്റ് ആയിരുന്നു കെ കേളപ്പൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് KPCCയുടെ പ്രസിഡന്റ് ആയിരുന്നു ആരെന്ന് പറയുന്നത്? കെ കേളപ്പൻ. മനസ്സിലായോ? ഇത്രയും കാര്യം മനസ്സിലായോ? ഇനി അടുത്തത് നോക്കാം നമുക്ക്. ദാദാബായ് നവറോജി അല്ലെ? ദാദാബായ് നവറോജിയെ കുറിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ് നോക്കേണ്ടത്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാ? ദാദാബായ് നവറോജി. അതുപോലെ ഇന്ത്യയിൽ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയ വ്യക്തി ഏത് വർഷം? 1861 68 ആ ഒരു സമയത്ത് കേട്ടോ. ഇന്ത്യയിൽ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയ വ്യക്തിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. അതുപോലെ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണമെന്നും ഇത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്ക് നയിച്ചു എന്നതാണ് ചോർച്ചാ സിദ്ധാന്തത്തിൽ അദ്ദേഹം ദാദാബായ് നവറോജി പ്രതിപാദിക്കുന്നത്. എന്താ പറഞ്ഞത്? ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണം. ഇത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിച്ചു. ഇതാണ് ചോർച്ചാ സിദ്ധാന്തത്തിൽ ആര് പറയുന്നത്? ദാദാബായ് നവറോജി പറയുന്നത്. മനസ്സിലായോ? ദാദാബായ് നവറോജിയെ കുറിച്ച് കിട്ടിയോ? ഇനി ഗോപാലകൃഷ്ണ ഗോഖലെ കുറിച്ച് പറയുമ്പോൾ 1905 വർഷം നോട്ട് ചെയ്യുക. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ച വ്യക്തി. 1905 സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഓക്കെ, ഇദ്ദേഹം ആരംഭിച്ച പത്രങ്ങളാണ് ദ നേഷൻ, ജ്ഞാനപ്രകാശ്. ദ നേഷൻ ചോദിച്ചതാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പത്രങ്ങളാണ് ദ നേഷനും ജ്ഞാനപ്രകാശും. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഗുരുവാണ് ആരെന്ന് പറയുന്നത്? MG റാനഡെ. പഠിച്ചു വെച്ചേക്ക. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഗുരുവാണ് ആരെന്ന് പറയുന്നത്? MG റാനഡെ. അപ്പോൾ നമ്മുടെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? അത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഗുരു MG റാനഡെയാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അതുപോലെ ഗോപാലകൃഷ്ണ ഗോഖലെ മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നറിയപ്പെടുന്നുണ്ട്. മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ബംഗാൾ വിഭജന സമയത്ത് INC പ്രസിഡന്റ് ആയിരുന്നു ആരെന്ന് പറയുന്നത്? 1905 അല്ലെ? അപ്പൊ ആ ഒരു സമയത്ത് ആരാണ്? INC പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഓക്കെ, നമ്മുടെ മുഹമ്മദ് അലി ജിന്നയുടെ മാർഗദർശി എന്നുകൂടെ ആരറിയപ്പെടുന്നുണ്ട്? ഗോപാലകൃഷ്ണ ഗോഖലെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഗോപാലകൃഷ്ണ ഗോഖലെ കിട്ടിയല്ലോ. ഇനി നോക്കാനുള്ളത് ബദറുദ്ദീൻ തിയാബ്ജി അല്ലെ? ബദറുദ്ദീൻ തിയാബ്ജിയെ കുറിച്ചാണ്. 1887 എന്താണ്? 1887 1887 കേട്ടോ. 1887 1887 മദ്രാസ് സമ്മേളനത്തിൽ 1887 മദ്രാസ് സമ്മേളനത്തിൽ INCയുടെ പ്രസിഡന്റ്, അതുപോലെ INC സമ്മേളനത്തിലെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് എന്നൊക്കെ ആരായിരുന്നു? ബദറുദ്ദീൻ തിയാബ്ജി ആയിരുന്നു. 1887 മദ്രാസ് സമ്മേളനത്തിൽ INCയുടെ പ്രസിഡന്റ് ആയിരുന്നു. INC സമ്മേളനത്തിലെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് എന്ന് പറയുന്നതും ആരാണ്? ബദറുദ്ദീൻ തിയാബ്ജിയാണ്. PYക്കാണ് ഇത് കേട്ടോ. ഇനി ഫിറോസ് ഷാ മേത്ത, ബോംബെ സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? ഫിറോസ് ഷാ മേത്തയാണ്. ബോംബെ സിംഹം എന്നറിയപ്പെടുന്നത് ഫിറോസ് ഷാ മേത്തയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് പഠിക്കുക. അതിനുശേഷം ഇനി നമുക്ക് നോക്കാനുള്ളത് കുറച്ച് SCERT ഫാക്ട്സ് ആണ്. ഓക്കെ,
SCERT ഫാക്ട്സ് ആണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ക്വസ്റ്റ്യൻ വളരെയധികം, അതായത് എന്താ, നമുക്ക് ഷുവറാണ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ തന്നെയാണ് SCERT എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വളർച്ച, ഇത് ഞാൻ റാൻഡമായിട്ട് എടുത്തിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് കേട്ടോ. വളർച്ച പരിശോധിക്കുവാനുള്ള ഒരു മാർഗമാണ് ഉയരം തൂക്കം പരിശോധന, അല്ലെ? വളർച്ച പരിശോധിക്കാനുള്ള ഒരു മാർഗമാണ് ഉയരം തൂക്കം പരിശോധന, അല്ലെങ്കിൽ എന്ത് പറയും അതിനെ, BMI, അല്ലെ? ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് കണക്കാക്കാം? ബോഡി മാസ് ഇൻഡെക്സ് BMI is equal to തൂക്കം കിലോഗ്രാമിലുള്ള തൂക്കം ഡിവൈഡഡ് ബൈ ഉയരം ഇൻറ്റു ഉയരം മീറ്ററിൽ, അല്ലെ? ഉയരം ഇൻറ്റു ഉയരം, തൂക്കം ഡിവൈഡഡ് ബൈ ഉയരം ഇൻറ്റു ഉയരം. ഇങ്ങനെയാണ് ബോഡി മാസ് ഇൻഡെക്സ്. അതായത് ഇപ്പോൾ നമുക്ക് എത്ര ഉണ്ട് എന്നുള്ളത്, എത്ര നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഭാരക്കുറവുള്ളതാണോ, അതായത് അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഭാരമാണോ, അമിതവണ്ണാണോ, പൊണ്ണത്തടിയാണോ എന്നൊക്കെ അറിയാൻ പറ്റുന്ന ഇതാണ് എന്ത്, ബോഡി മാസ് ഇൻഡെക്സ്, അല്ലേ? അപ്പോൾ അതെങ്ങനെ കണ്ടെത്താന്ന് ചോദിച്ചാൽ തൂക്കം ഡിവൈഡഡ് ബൈ, ഇത് പഠിച്ചു വെച്ചേക്കുക, SCERT-യിലുള്ളതാണ്. BMI is equal to തൂക്കം ഡിവൈഡഡ് ബൈ ഉയരം ഇൻറ്റു ഉയരം. ഓക്കെ. ശരീരഭാരം സാധാരണയിൽ നിന്നും കൂടുന്ന അവസ്ഥയാണ് നമ്മൾ എന്ത് പറയാ, അമിതവണ്ണം എന്ന് പറയുന്നത്, അല്ലെ? ശരീരഭാരം സാധാരണയിൽ നിന്നും കൂടുന്ന അവസ്ഥ, അതിനെ അമിതവണ്ണം എന്ന് പറയും. ഇനി നമുക്ക് ഇവിടെ BMI കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ശരീര അവസ്ഥയും കൊടുത്തിട്ടുണ്ട്. BMI നമ്മൾ കണക്കാക്കുമ്പോൾ എങ്ങനെ കണക്കാക്കാന്ന് പറഞ്ഞു നമ്മൾ, ഭാരം, അല്ലെ? ഭാരം, കിലോഗ്രാമിലുള്ള ഭാരം ഡിവൈഡഡ് ബൈ ഉയരം, മീറ്ററിലുള്ള ഉയരം ഇൻറ്റു മീറ്ററിലുള്ള ഉയരം. ദെൻ 18.5 കുറവാണ് BMI എങ്കിൽ അവിടെ എന്താണ്, ഭാരക്കുറവുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി അതല്ല 18.5-നും 24.9 ഇതിനിടയിലാണെങ്കിൽ എന്താണ്, ഇത് ശരിയായിട്ടുള്ള ഭാരമുള്ള ആളാണ്, അല്ലെ? ശരിയായ ഭാരമാണ് 18.5, 24.9. ഇനി 25, 29.9 ആണെങ്കിൽ എന്താണ്, അതിനിടയിലാണെങ്കിൽ അമിതവണ്ണമാണ്. ഇനി 30, 34.9 അവിടെ വരുന്നത് പൊണ്ണത്തടിയാണ്. അതും പൊണ്ണത്തടിയുടെ ഒന്നാം ഘട്ടമാണ്. 30, 34.9 BMI, അതായത് ബോഡി മാസ് ഇൻഡെക്സ് എങ്കിൽ പൊണ്ണത്തടി അല്ലെങ്കിൽ പൊണ്ണത്തടിയുടെ ഒന്നാം ഘട്ടമാണ്. ഇനി 35, 39.9 അതിനിടയിലാണെങ്കിൽ പൊണ്ണത്തടി രണ്ടാം ഘട്ടത്തിലാണ്. ഓക്കെ. ഇനി 40-നും മുകളിലാണെങ്കിൽ മൂന്നാം ഘട്ടം, അല്ലെ? പൊണ്ണത്തടിയുടെ മൂന്നാം ഘട്ടമാണ്. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. BMI അല്ലെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് കാണുന്നതിനുള്ള ഇതെന്ന് പറയുന്നത് എന്താണ്, കിലോഗ്രാമിലുള്ള വെയിറ്റ് ഡിവൈഡഡ് ബൈ മീറ്ററില്ല ഉയരം ഇൻറ്റു ഉയരം. ഓക്കെ. അങ്ങനെ നമ്മൾ കണ്ടെത്തുമ്പോൾ BMI 18.5 കുറവാണെങ്കിൽ അവിടുത്തെ ശരീരാവസ്ഥ എന്ന് പറയുന്നത് ഭാരക്കുറവാണ്. 18.5-നും 24.9 ഇതിന് ഇടക്കാണെങ്കിൽ ശരിയായിട്ടുള്ള ഭാരമാണ്. 25, 29.9 ഇതിനിടയിലാണെങ്കിൽ അമിതവണ്ണം ഉണ്ട്. 30, 34.9 ഇതിനിടയിലാണെങ്കിൽ പൊണ്ണത്തടി ഒന്നാം ഘട്ടത്തിലാണ്. 35, 39.9 പൊണ്ണത്തടി രണ്ടാം ഘട്ടം. 40-നും മുകളിലാണ് BMI എങ്കിൽ പൊണ്ണത്തടിയുടെ മൂന്നാം ഘട്ടമാണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഉറക്ക ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതാണ്, മെലാറ്റോണിൻ ആണ് കേട്ടോ. ഉറക്ക ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതാണ്, മെലാറ്റോണിൻ. ഉറക്ക ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതാണ്, മെലാറ്റോണിൻ. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് പ്രമേഹത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. രക്തത്തിൽ പഞ്ചസാരയുടെ, അതായത് ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി ഉയരുന്ന രോഗമാണ് എന്തെന്ന് പറയുന്നത്, പ്രമേഹം. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്ന, അല്ലെ? ക്രമാതീതമായിട്ട് കൂടുന്ന രോഗമാണ് പ്രമേഹം. ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളും, നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് ഒരു ടോപ്പിക്കാണ്, പഠിക്കാനുള്ളതാണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് SCERT-യിൽ നിന്ന് എടുത്തിട്ടുള്ള പോയിന്റ്സ് ആണ്, പഠിക്കുക. ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളും അതുമൂലം ഉണ്ടാകാനിടയുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളുമാണ് പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ. അപ്പോൾ ഇതൊക്കെ എന്താണ്, ജീവിതശൈലി രോഗങ്ങളാണ്. ഏതൊക്കെ, പ്രമേഹം, രക്തസമ്മർദ്ദം, അതുപോലെ കൊളസ്ട്രോൾ, അല്ലേ?
ഓക്കെ. പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാല് പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയുണ്ടാവും? അമിതമായിട്ടുള്ള വിശപ്പ്, അമിതമായി മൂത്രമൊഴിക്കല്, അതിയായ ദാഹം, തളർച്ച, മുറിവുണങ്ങാൻ താമസം. എന്തൊക്കെയാണ് പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ? അമിത വിശപ്പുണ്ടാവും, അമിതമായിട്ട് മൂത്രമൊഴിക്കൽ, അതിയായ ദാഹം, തളർച്ച, മുറിവുണങ്ങാനായിട്ട് താമസം എടുക്കും. അപ്പൊ നമുക്ക് അത് പ്രമേഹമാണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ. ഇനി 100 മില്ലി ലിറ്റർ രക്തത്തിലെ പഞ്ചസാരയുടെ സാധാരണ അളവ്. 100 മില്ലി ലിറ്റർ രക്തം എടുത്താല് അതിൽ പഞ്ചസാരയുടെ സാധാരണ അളവ് എത്ര വേണം? 70 to 100 മില്ലിഗ്രാം ആയിരിക്കും. 70, 100 ഇതിനിടയിലുള്ള അതായത് 70, 100 mg ആയിരിക്കും 100 മില്ലി ലിറ്റർ രക്തത്തിലെ പഞ്ചസാരയുടെ അളവെന്ന് പറയുന്നത്. രക്തം, മൂത്രം എന്നിവയുടെ പരിശോധനയിലൂടെ എന്തൊക്കെ പരിശോധിച്ചാൽ? രക്തം പരിശോധിച്ചാലും മൂത്രം പരിശോധിച്ചാലും നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? പ്രമേഹം കണ്ടെത്താനായിട്ട് പറ്റും. ഇനി പ്രമേഹം കണ്ടെത്തുന്ന 2 രീതികൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, 2 പോസ്റ്റൽ പ്രാൻഡിയൽ ഷുഗർ. എന്താണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ? ടെക്സ്റ്റിലുള്ളതാണ്. പ്രമേഹം കണ്ടെത്തുന്നതിനുള്ള 2 രീതികളാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, ദെൻ പോസ്റ്റ് പ്രാൻഡിയൽ ഷുഗർ. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആൻഡ് പോസ്റ്റ് പ്രാൻഡിയൽ ഷുഗർ എന്ന് പറയുന്നത്. 100, 125 വരെയുള്ള അവസ്ഥയെയാണ് പ്രീ ഡയബറ്റിക് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു 100 മില്ലി ലിറ്റർ രക്തത്തിൽ പഞ്ചസാരയുടെ സാധാരണ അളവ് 70, 100 മില്ലിഗ്രാം ആണെന്ന് പറഞ്ഞു. ഈ 100, 125 വരെ ഈ ഒരു ഇതിലുള്ളതാണെങ്കിൽ അതിനെ പ്രീ ഡയബറ്റിക് എന്ന് പറയുന്നു. 126 mg/dl മുതലുള്ള അവസ്ഥയാണ് ഏതെന്ന് പറയുന്നത്? ഇതിന് ഇതിന് മുകളിലുള്ള അവസ്ഥയാണ് പ്രമേഹം ഉള്ളതിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. 125 mg/dl മുതലുള്ള അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? പ്രമേഹം ഉള്ളതിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോൺ അപ്പൊ ഏതാണ്? അത് ഇൻസുലിൻ ആണ് അല്ലെ. ഇൻസുലിൻ ഹോർമോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞരാണ് ഫെഡറിക് ബാന്റിങ്ങും ജോൺ മെക്ലോയിഡും ഫെഡറിക് ബാന്റിങ്ങുമാണ് എന്ത് കണ്ടെത്തിയത്? ഇൻസുലിൻ ഹോർമോൺ കണ്ടെത്തിയത്. ഇത് ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് അല്ലെ. ഇൻസുലിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ്. അപ്പൊ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥിയാണ്? പാൻക്രിയാസ് ആണ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ് ആണ്. ഇൻസുലിൻ കണ്ടെത്തിയ വർഷം 1921 എന്നുള്ളത് കൂടെ പഠിച്ചു വച്ചേക്കുക. ഓക്കെ. ഇനി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ നാശം കാരണം ശരീരത്തിന് ആവശ്യമായത്ര ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത അവസ്ഥയാണ് ടൈപ്പ് 1 പ്രമേഹം അല്ലെ. ഇൻസുലിൻ എന്ത് ചെയ്യാണ്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ നാശം കാരണം ശരീരത്തിന് ആവശ്യമായത്ര, 2 ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 പ്രമേഹമുണ്ട്. ഇതിൽ ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ നാശം കാരണം ശരീരത്തിന് ആവശ്യമായ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത അവസ്ഥയാണ് ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇൻസുലിൻ എന്ന് പറയുന്നത് എന്താണ്? ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് അല്ലെ. അപ്പോൾ ഇവിടെ ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത് എന്താണ്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ നാശം കാരണം ശരീരത്തിന് ആവശ്യമായത്ര ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത അവസ്ഥയാണ് ടൈപ്പ് 1 പ്രമേഹം. ഇത് കുട്ടികളിലാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. ഇനി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയാതെയോ ശരീരത്തിന് ആവശ്യമായത്ര അളവിൽ ഇല്ലാതെ വരികയും ചെയ്യുന്ന അവസ്ഥയാണ് ടൈപ്പ് 2 പ്രമേഹം. ശരീരത്തിന് ആവശ്യമായത്ര, അതായത് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയാതെയോ ശരീരത്തിന് ആവശ്യമായത്ര അളവിൽ ഇല്ലാതെ വരികയും ചെയ്യുന്ന അവസ്ഥയാണ് ടൈപ്പ് 2 പ്രമേഹം. ഇത് ആരിലാണ് കണ്ടുവരുന്നത്? സാധാരണയായിട്ട് കണ്ടുവരുന്ന പ്രമേഹമാണിത്. ഇത് ടൈപ്പ് 1 പ്രമേഹത്തിന്, ഈ ടൈപ്പ് 2 പ്രമേഹം സാധാരണയായിട്ട് കണ്ടുവരുന്ന പ്രമേഹമാണ്. ടൈപ്പ് 1 പ്രമേഹത്തിന് ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്യണം? ഇൻസുലിൻ കുത്തിവെക്കണം. എന്നാൽ ടൈപ്പ് 2 പ്രമേഹം ശരിയായ ജീവിത ശൈലിയിലൂടെയും മരുന്നുകളിലൂടെയും നമുക്ക് എന്ത്
ചെയ്യാൻ പറ്റും, നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ടൈപ്പ് 1 പ്രമേഹം, ടൈപ്പ് 2 പ്രമേഹവും ഇൻസുലിൻ എവിടെ ഉൽപ്പാദിപ്പിക്കുന്നു, ഏത് വർഷം ഇൻസുലിൻ കണ്ടെത്തി, ഇതൊക്കെ നമ്മൾ ആരൊക്കെ ഏത് ശാസ്ത്രജ്ഞന്മാരാണ് അല്ലേ, ആരൊക്കെയായിരുന്നു? ഫെഡറിക് ബാൻറ്റിങ്ങും അതുപോലെ ജോൺ മക്ലോയിഡും ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി അടുത്ത ഇതിലേക്ക് പോവാം. രക്തം രക്തക്കുഴലുകളിലൂടെ ഒഴുകുമ്പോൾ രക്തക്കുഴലുകളിലൂടെ ഒഴുകുമ്പോൾ രക്തക്കുഴലുകളുടെ ഭിത്തികളിൽ ചെലുത്തുന്ന മർദ്ദത്തെയാണ് നമ്മൾ എന്ത് പറയാ? രക്തസമ്മർദ്ദം അല്ലെ. മറ്റൊരു ജീവിതശൈലി രോഗമാണ്. അപ്പോൾ രക്തക്കുഴലുകളിലൂടെ ഒഴുകുമ്പോൾ രക്തക്കുഴലുകളുടെ ഭിത്തികളിൽ ചെലുത്തുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം ഉപയോഗിക്കുകയാണ്. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണമാണ് സ്ഫിഗ്മോമാനോമീറ്റർ. സ്ഫിഗ്മോമാനോമീറ്റർ എന്തിനാ യൂസ് ചെയ്യുന്നത്? രക്തസമ്മർദ്ദം അളക്കാൻ വേണ്ടിയിട്ട്. ഈ ഉപകരണത്തിലെ റീഡിംഗ് കാണിക്കുന്ന സാധാരണ രക്തസമ്മർദ്ദ നിരക്ക് എന്ന് പറയുന്നത് 120/80 mmHg ആണ്. അതായത് രക്തസമ്മർദ്ദം അളക്കാൻ സ്ഫിഗ്മോമാനോമീറ്റർ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇതിലെ ഈ സ്ഫിഗ്മോമാനോമീറ്ററിലെ റീഡിംഗ് കാണിക്കുന്നത് സാധാരണ ഒരാളുടെ രക്തസമ്മർദ്ദ നിരക്ക് 120/80 mmHg ആണ്. സാധാരണ രക്തസമ്മർദ്ദ നിരക്കിൽ വ്യതിയാനം വരുത്തുന്നതിന് ഇടയാക്കുന്ന പല കാരണങ്ങളുണ്ട്. അതിലേതൊക്കെയാണ്? പുകവലി ഇതിനൊരു കാരണമാണ്. പൊണ്ണത്തടി കൂടിയാലും രക്തസമ്മർദ്ദ നിരക്കിൽ വ്യതിയാനം വരാം. പൊട്ടാസ്യത്തിന്റെ കുറവും ഇതിനൊരു കാരണമാണ്. അതുപോലെ ഉപ്പിന്റെ അമിത ഉപയോഗം, പിന്നെ പ്രായാധിക്യം, പ്രായം കൂടി വരുമ്പോഴും എന്ത് കാണാം? സാധാരണ രക്തസമ്മർദ്ദ നിരക്കിൽ വ്യതിയാനം കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതും മനസ്സിലായി. ഇനി നോക്കാനുള്ളത് ശരീരത്തിലെ വിവിധ തരം കൊഴുപ്പുകളിൽ നിന്നാണ് കൊഴുപ്പുകളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞ കൊളസ്ട്രോൾ അല്ലെ. കൊളസ്ട്രോൾ നമ്മൾ പറഞ്ഞു, ഇത് ശരീരത്തിലെ വിവിധ തരം കൊഴുപ്പുകളിൽ ഒന്നാണ്. മൊത്തം കൊളസ്ട്രോൾ 200 mg/dl താഴെയുള്ളതാണ് ശരിയായ അവസ്ഥ. എത്രയാണ്? 200 mg/dl താഴെയുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ശരിയായിട്ടുള്ള അവസ്ഥ. മൊത്തം കൊളസ്ട്രോൾ എടുത്താൽ 200 mg/dl താഴെയുള്ളത്. ഇനി നല്ല കൊളസ്ട്രോൾ ഉണ്ട്, ചീത്ത കൊളസ്ട്രോൾ ഉണ്ട്. നല്ല കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ HDL ആണ്. ചീത്ത കൊളസ്ട്രോൾ LDL. എങ്ങനെ? 2 തരം ഉണ്ട്. അധികമുള്ള ചീത്ത കൊളസ്ട്രോൾ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടി രക്തപ്രവാഹത്തിന് തടസ്സം ഉണ്ടാക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹൃദയാഘാതം. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു? ശരീരത്തിലെ വിവിധ തരം കൊഴുപ്പുകളിൽ ഒന്നാണ് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞു. മൊത്തം കൊളസ്ട്രോൾ 200 mg/dl താഴെയുള്ളതാണ് ശരിയായിട്ടുള്ള അവസ്ഥ എന്നും പറഞ്ഞു. കൊളസ്ട്രോൾ എന്താണ്? നല്ല കൊളസ്ട്രോൾ അതായത് HDL ഉണ്ട്, ചീത്ത കൊളസ്ട്രോൾ അല്ലെങ്കിൽ LDL ഉണ്ട്. അധികമുള്ള ചീത്ത കൊളസ്ട്രോൾ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടി രക്തപ്രവാഹത്തിന് തടസ്സം ഉണ്ടാക്കുന്നത് മൂലം എന്താണ് ഉണ്ടാകുന്ന രോഗമാണ് നമ്മൾ ഈ പറയുന്ന ഹൃദയാഘാതം എന്ന് പറയുന്നത്. ഹൃദയാഘാതം ദോഷകരമായി ബാധിക്കുന്ന അവയവം ചോദിച്ചാൽ അത് കരളാണ്. പഠിച്ചു വച്ചേക്ക. ഹൃദയാഘാതം ദോഷകരമായി ബാധിക്കുന്ന അവയവം എന്ന് പറയുന്നത് കരളാണ്. എന്നാൽ നല്ല കൊളസ്ട്രോൾ കൂടുന്നതിന് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൃദയ സാധ്യത കുറക്കാൻ പറ്റും. ഹൃദയാഘാതം അല്ലെ, ഹൃദയാഘാത സാധ്യത കുറക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതെങ്ങനെ കുറക്കാം? വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ വർദ്ധിക്കുന്നു. വ്യായാമം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ വർദ്ധിക്കും. നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ കുറച്ച് ആഹാര പദാർത്ഥങ്ങൾ കൂടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? മത്സ്യം, അതിൽ അയല, അതുപോലെ ഇലക്കറികൾ, പയർവർഗ്ഗങ്ങൾ, പിന്നെന്താണ്? നിലക്കടല, വാൽനട്ട് അല്ലെ. വാൽനട്ട് അറിയാലോ. നിലക്കടല, വാൽനട്ട്, അതുപോലെ പയർവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, അയല, മത്സ്യം, ഇതൊക്കെ നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ സഹായിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ ആണ്. മനസ്സിലായോ? ഈ ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ എന്താണ്? തെറ്റായ ജീവിതശൈലി മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണിത് അല്ലെ. തെറ്റായ ജീവിതശൈലി മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണിത്. ജീവിതശൈലി രോഗങ്ങൾ പ്രധാനമായും ഉണ്ടാകുന്നതിനുള്ള കാരണം അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ അല്ലെ. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നമ്മൾ വീട്ടിൽ നിന്നുള്ള ഭക്ഷണമായിരിക്കും ചിലപ്പോൾ കുറച്ച്, അതായത് നമ്മൾ വളരെ കുറച്ച് ആയിരിക്കും ചിലപ്പോൾ വീട്ടിൽ നിന്ന് കഴിക്കുന്നത്, ബാക്കിയുള്ളത് മുഴുവൻ പുറത്തുനിന്ന്. ഇപ്പം അല്ലേ, എന്താ പറയുക, ജോലിക്കാരായാലും അതല്ല, ജോലിക്കാരാവണമെന്നൊന്നുമില്ല,
ഓക്കെ, ഫാമിലി ആയാലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. റെസ്റ്റോറൻറ്റിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും അധികം അല്ലേ ഭക്ഷണമൊക്കെ എന്താ ആകെ ക്രമം തെറ്റിയ ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചുള്ളത് അല്ലേ. മുമ്പൊന്നും ഇങ്ങനെ ആയിരുന്നില്ല, പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലം എന്ന് പറയുന്നത് ആ ഒരു രീതിയിലാണ് പോക്ക്. അപ്പോൾ ഒരു ജീവിതശൈലി രോഗങ്ങളും കൂടിയിട്ടുണ്ട്. ആശുപത്രികളിലൊക്കെ രോഗികളുടെ എണ്ണമൊക്കെ വർദ്ധിച്ച ഒരു അവസ്ഥയാണ് അല്ലേ. അപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങൾ പ്രധാനമായിട്ട് ഉണ്ടാകുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലങ്ങൾ തന്നെയാണ്. അതുപോലെ ഭക്ഷണം ഒരുപാട് കഴിക്കുന്നുണ്ട്, എന്നാൽ വ്യായാമം ചെയ്യാനായിട്ട് മടിയാണ് താനും അല്ലേ. അപ്പോൾ വ്യായാമക്കുറവ് അതിനൊരു കാരണമാണ്. അല്പനിദ്ര, ഇതും ഉറക്കം തന്നെ ഇപ്പോ രാത്രി ആയാലും പകലിന്റെ ഒരു അവസ്ഥയാണ് അല്ലേ. അപ്പോൾ ഉറക്കം വളരെ കുറച്ച് ഉറങ്ങുക, ഇതും എന്തിന് കാരണമാണ്? ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാണ്. പിന്നെ പുകവലി പറയണ്ട, മദ്യപാനം അല്ലേ, അതും അതൊക്കെ കൂടിയൊരവസ്ഥയാണ്. മാനസിക സമ്മർദ്ദം അല്ലേ, ഇതൊക്കെ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിനെയും ഇത് ബാധിക്കും. ഓക്കെ, ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ അതുപോലെ ഈ ഉറക്കക്കുറവ്, അതുപോലെ അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലങ്ങളൊക്കെ എന്തിലേക്കും നയിക്കും? മാനസിക സമ്മർദ്ദത്തിലേക്കും നയിക്കും. ഇത് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകും. ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ എന്തുകൊണ്ടല്ല? രോഗാണുക്കൾ കൊണ്ടല്ല എന്നുള്ളത് മനസ്സിലാക്കി വച്ചേക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇത് PYQ ആണ്. ഞാൻ കുറച്ച് PYQ ഇതും കൂടെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കാം. ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണം ക്യാൻസർ, ഹൃദ്രോഗങ്ങൾ, കരൾ വീക്കം. ഇതിൽ നമ്മോട് ചോദിക്കാൻ സാധ്യത എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്, ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ക്യാൻസർ, ഹൃദ്രോഗങ്ങൾ, കരൾ വീക്കം, പൊണ്ണത്തടി, ടൈപ്പ് 2 പ്രമേഹം, അതുപോലെ വിഷാദ രോഗം, രക്തത്തിലുണ്ടാകുന്ന അമിതമർദ്ദം. ഓക്കെ, ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. തെറ്റായ ജീവിതശൈലി അല്ലേ, തെറ്റായ ജീവിതശൈലി നമ്മുടെ രോഗപ്രതിരോധ ശേഷി എന്ത് ചെയ്യും? കുറക്കും അല്ലേ. തെറ്റായ ജീവിതശൈലി രോഗപ്രതിരോധ ശേഷി കുറക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കുറച്ച് PYQ നോക്കാം. ഇതില് ഇത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത്? ഏതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത്? ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ്? പരിസ്ഥിതി മലിനീകരണം കൊടുത്തിട്ടുണ്ട്, പ്രകൃതി ദുരന്തങ്ങൾ കൊടുത്തിട്ടുണ്ട്, അനിയന്ത്രിതമായ ഭക്ഷണശീലം, വൈറസ് ആക്രമണം. ഏതായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ളത് അല്ലേ. ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതി. ഓക്കെ, നമ്മൾ ഏത് ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതുമായി റിലേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും പദ്ധതികൾ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. പദ്ധതികൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ PSC ക്വസ്റ്റ്യൻ ഇടുമ്പോൾ അപ്പോൾ ഇതും നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ സ്വന്തം കണ്ടെത്തേണ്ട കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് ആ പദ്ധതി? മിഠായി ആണ് അല്ലേ. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യ നീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? എന്താണ് ക്വസ്റ്റ്യൻ? കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യ നീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന അല്ലെ പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഇത് 10th പ്രിലിംസ് സ്റ്റേജ് 4 ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താണ് ഇതിന്റെ ആൻസർ വരുന്നത്? വയോമധുരമാണ് കേട്ടോ, വയോമധുരമാണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്? ഇതിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ എന്താണ്? അവിടെ കൊടുത്തിട്ടുണ്ട്, ഹീമോഫീലിയയാണ് അല്ലെ. പ്രമേഹം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ പക്ഷാഘാതം, ഫാറ്റി ലിവർ നമ്മൾ
ആലോചിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ പഠിക്കാനുണ്ട് നമുക്ക്. ഇപ്പൊ അതവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പൊ ഹീമോഫീലിയ എന്നുള്ളതാണ് ജീവിതശൈലി രോഗം അല്ലാത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്താണ്? സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ ഏത്? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഏതാ പദ്ധതി? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സക്കായിട്ട് പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ് എന്നുള്ളതാണ്. ഓക്കെ, എന്താ ക്വസ്റ്റ്യന്? ഒന്നുകൂടെ പറയാം. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്താണ്? പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സക്കായിട്ട് പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക 5 ലക്ഷം രൂപയാണ് കേട്ടോ. എത്രയാണ്? 5 ലക്ഷം രൂപയാണെന്നുള്ള പഠിച്ചു വെച്ചേക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ് എന്നുള്ളതാണ്. ഏതാണെന്നറിയോ? ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി എന്ന് പറയുന്നത് അമൃതം ആരോഗ്യമാണ് കേട്ടോ. ഇതില് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. 2 മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഏത്? അപ്പം അമൃതം ആരോഗ്യം എന്നുള്ളതാണ് എന്നുകൂടെ എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചേക്കുക. മനസ്സിലായോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇംഗ്ലീഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ഇതുവരെ പഠിച്ചതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാം അറ്റൻഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഒന്നും കൂടെ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും ഏതൊക്കെ ഭാഗമാണ് നിങ്ങൾക്ക് ഇനിയും പഠിക്കാനായിട്ടുള്ളതെന്നൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഐ വിൽ ഫിനിഷ് ദ ടാസ്ക് ഇൻ നോ ടൈം. ഐ വിൽ ഫിനിഷ് ദ ടാസ്ക് ഇൻ നോ ടൈം എന്നുള്ളതാണ്. ഇതിന്റെ എന്താണ്? നമുക്ക് മനസ്സിലാവും ക്വസ്റ്റ്യൻ ടാഗ് ആണ് ഇവർ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് അല്ലെ. ക്വസ്റ്റ്യൻ ടാഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് വോണ്ട് ഐ എന്നുള്ളതാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നത് വിൽ ഐ കൊടുത്തിട്ടുണ്ട്, വുഡ് ഐ കൊടുത്തിട്ടുണ്ട്, വുഡിൻ്റെ ഐ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വോണ്ട് ഐ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വോണ്ട് ഐ എന്നുള്ളതാണ് എന്ത്? ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, നമുക്കറിയാം ഈ സെന്റൻസ് എന്താണ്? ഈ സെന്റൻസ് പോസിറ്റീവ് ആണ്. ഐ വിൽ ഫിനിഷ് ദ ടാസ്ക് ഇൻ നോൺ ടൈം എന്നുള്ളതാണ്. ഞാൻ ഇത് പൂർത്തിയാക്കും എന്നുള്ളതാണ്. ഓക്കെ, ഐ വിൽ ഫിനിഷ് ദ ടാസ്ക്. അപ്പം അവിടെ എന്താണ്? അത് സെന്റൻസ് പോസിറ്റീവ് ആണ്. ഓക്കെ, സെന്റൻസ് പോസിറ്റീവ് ആവുമ്പോൾ നമ്മൾ ഇതിൽ ഓക്സിലറി വെർബ് ഏത്? വില്ല് എടുക്കണം അല്ലെ. വില്ല് പ്ലസ് നോട്ടാണ് എന്തെന്ന് പറയുന്നത്? വിൽ പ്ലസ് നോട്ടാണ് വോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെന്റൻസ് പോസിറ്റീവ് ആവുമ്പോൾ ടാഗ് എന്താവും? നെഗറ്റീവ് ആവും. ഓക്കെ, വോണ്ട് സബ്ജക്റ്റ് ഏതാണ്? ഐ അല്ലേ. ഓക്കെ, അപ്പം അങ്ങനെ അതങ്ങനെയാണ് വന്നിട്ടുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഡിഫൻസ് കൗൺസിൽ വാസ് പ്രിവെന്റഡ് ഡാഷ് സബ്മിറ്റിംഗ് അഡീഷണൽ എവിഡൻസ് ഡാഷ് ദ ട്രയൽ. ഇവിടെ എന്താണ്? ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓപ്ഷനിൽ ഫ്രം ഡ്യൂറിങ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേതിൽ ഫ്രം, പിന്നെ ഡ്യൂറിങ്, പിന്നെ ഓഫ് അറ്റ് കൊടുത്തിട്ടുണ്ട്, ഇന്ന് അറ്റ് കൊടുത്തിട്ടുണ്ട്, ഫോർ ഡ്യൂറിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് ദ ഡിഫൻസ് കൗൺസിൽ വാസ് പ്രിവെന്റഡ് ഫ്രം സബ്മിറ്റിംഗ് അഡീഷണൽ എവിഡൻസ് ഡ്യൂറിങ് ദ ട്രയൽ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പ്രിവെന്റ് ഫ്രം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് വരിക കേട്ടോ. പ്രിവെന്റ് ഫ്രം എന്നതാണ് എന്ത്? കറക്റ്റ് ആയിട്ട് വരുന്നത്. കാരണം എന്താണ് പ്രിവെന്റ് ഫ്രം ഡൂയിങ് സംതിങ്, തടയുക എന്നതാണ് അതിന്റെ ഇത് വരുന്നത്. ഇനി എന്താണ്? അഡീഷണൽ എവിഡൻസ് ഡാഷ് ദ ട്രയൽ. അവിടെ ഡ്യൂറിങ് ദ ട്രയൽ അല്ലെ, വിചാരണ സമയത്ത്. ഓക്കെ, വിചാരണ സമയത്ത് എന്നുള്ളതിന് അവിടെ ഡ്യൂറിങ് എന്നാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഫ്രമും ഡ്യൂറിങ്ങും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ചില്ലിംഗ് ഓഫ് വിമൺ ആൻഡ് ഗേൾസ് ബിക്കോസ് ഓഫ് ദയർ ജെൻഡർ. ഓക്കെ, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലേ.
ചില്ലിങ് അല്ല. ഇവിടെ ഞാൻ ഇതിന് എന്താ ഇത് സംഭവം വിചാരിച്ചു. ഓക്കെ, ചില്ലിങ് അല്ല കില്ലിങ് ആണ് കേട്ടോ. അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. ഓക്കെ, ഒരു മിനിറ്റ്. കില്ലിങ് എന്നാണ്. കില്ലിങ്. ഓക്കെ, ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ കില്ലിങ് ഓഫ് വിമൻ ആൻഡ് ഗേൾസ് ബിക്കോസ് ഓഫ് ദെയർ ജെൻഡർ. അതിനെന്താ പറയാം? കില്ല് ചെയ്യുക അല്ലെ, ആരെ? സ്ത്രീകളെയും അതുപോലെ പെൺകുട്ടികളെയും ബിക്കോസ് ഓഫ് ദെയർ ജെൻഡർ, അവരുടെ ജെൻഡർ ഇതുകൊണ്ട് അവരെ കില്ല് ചെയ്യുന്നതിന് എന്താ പറയാ? അതിന് സ്ത്രീ ഹത്യ മലയാളത്തിൽ പറയും. അതായത് ഫെമിസൈഡ് എന്നാണ് പറയുക. ഫെമിസൈഡ് അല്ലെങ്കിൽ സ്ത്രീ ഹത്യ എന്ന് പറയും. നമുക്ക് ഓപ്ഷനിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു? ഫീറ്റിസൈഡ്, അതുപോലെ എന്താണ് ഫിലിസൈഡ്, ഫ്രാട്രിസൈഡ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഫീറ്റിസൈഡ് എന്ന് പറഞ്ഞാൽ ഭ്രൂണഹത്യയാണ്. ഫ്രാട്രിസൈഡ് എന്ന് പറഞ്ഞാൽ ഭ്രാതൃഹത്യ എന്ന് പറയും. ഫിലിസൈഡ് ഈ ഫിലിസൈഡ് എന്ന് പറഞ്ഞാൽ ഈ മക്കളെ അല്ലെ, മക്കളെ കൊല്ലുന്നതിനെയാണ് ഫിലിസൈഡ് എന്ന് പറയാം. അപ്പൊ ഇവിടെ സ്ത്രീ ഹത്യയാണ് വരുന്നത്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ചില്ലിങ് എന്നാ വീണ്ടും പറയുന്നത്, കില്ലിങ് ഓഫ് വിമൻ ആൻഡ് ഗേൾസ്. അവിടെ എന്താ വരിക? ഫെമിസൈഡ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി ഓപ്പോസിറ്റ് ഓഫ് ഡിസഗ്രിമെന്റ്. ഓപ്പോസിറ്റ് ഓഫ് ഡിസഗ്രിമെന്റ്. ഡിസഗ്രിമെന്റിന്റെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഓപ്പോസിറ്റ് ആണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഡിസഗ്രിമെന്റിന്റെ ഓപ്പോസിറ്റ്? കൺസെൻസസ് അല്ലെ. കൺസെൻസസ് എന്നുള്ളതാണ് എന്ത് ഇതിന്റെ ഡിസഗ്രിമെന്റിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അഭിപ്രായ ഐക്യം. ഡിസഗ്രിമെന്റ് എന്നാല് നമുക്കറിയാലോ. അതിന്റെ ഓപ്പോസിറ്റ് വരുന്നത് അഭിപ്രായ ഐക്യമാണ്. ഇത് സമ്മതമില്ലായ്മ അല്ലെ, അങ്ങനെയല്ലേ ഡിസഗ്രിമെന്റ് നമ്മൾ പറയാ. ഇത് എന്താണ്? അഭിപ്രായ ഐക്യത്തിനെ കൺസെൻസസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ ഓപ്ഷനിൽ ഡിസെൻഷൻ, അതുപോലെ എന്താണ് ഡിസ്കോഡ്, പിന്നെ കണ്ടൻഷൻ, ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇത് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ മീനിങ് ഓഫ് ദ ഇഡിയം ടു ഷോ മീ ദ റോബ്സ് എന്നുള്ളതിന്റെ എന്താണ്? ഈ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയായിരുന്നു. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു കേട്ടോ. ഞാനത് ഒന്ന് ഷോർട്ട് ആക്കിയതാണ്. അതായത് ഈവൻ ദോ ഐ വാസ് എ ബിഗിനർ ഇൻ ദിസ് ഫീൽഡ്, ദർ ഹാവ് ബീൻ മൈ ഫ്രണ്ട് ടു ഷോ മീ ദ റോപ്സ്. അതായിരുന്നു ക്വസ്റ്റ്യൻ. ഈവൻ ദോ ഐ വാസ് എ ബിഗിനർ ഇൻ ദിസ് ഫീൽഡ്, ദർ ഹാഡ് ബീൻ മൈ ഫ്രണ്ട് ടു ഷോ മീ ദ റോപ്സ് എന്നുള്ളതാണ്. ഐഡന്റിഫൈ ദ മീനിങ് ഓഫ് ദ അണ്ടർലൈൻഡ് ഇഡിയം. ഇവിടെ അണ്ടർലൈൻഡ് ഇഡിയം ഏതായിരുന്നു? നമ്മൾ പറഞ്ഞിട്ടുള്ള ടു ഷോ മീ ദ റോപ്സ് എന്നുള്ളതാണ്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ ടു ടീച്ച് ഓർ ഗൈഡ് സംവൺ എസ്പെഷ്യലി ഇൻ എ ന്യൂ ജോബ്. ടു ടീച്ച് അല്ലെങ്കിൽ ഗൈഡ്, പഠിപ്പിക്കുക അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുക ആരെങ്കിലും, എസ്പെഷ്യലി ഇൻ എ ന്യൂ ജോബ്, പ്രത്യേകിച്ചും ഏതെങ്കിലും ഒരു പുതിയ ജോലിയിൽ ആരെയെങ്കിലും എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ പഠിപ്പിക്കുക അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുക. അതിനെയാണ് എന്ത് പറയുന്നത്? ടു ഷോ ദ റോബ്സ് എന്ന് പറയുന്നത്. ഇവിടെ ടു ഷോ മീ ദ റോബ്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഷോ ദ റോബ്സ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ അതാണ് അതിന്റെ മീനിങ് വരുന്നത്. അത് മനസ്സിലാക്കി വെച്ചേക്കുക, പഠിച്ചു വെച്ചേക്കുക. ഇനിയും ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ടു ഷോ ദ റോബ്സ് എന്ന് പറഞ്ഞാൽ ടു ടീച്ച് ഓർ ഗൈഡ് സമ്മൺ എസ്പെഷ്യലി ഇൻ എ ജോബ് എന്നുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡാഷ് യൂണിവേഴ്സിറ്റി ഇൻ വിച്ച് ഷീ ഈസ് സ്റ്റഡിയിങ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് BE ആണ് കേട്ടോ. ബെസ്റ്റ് ഇവിടെ. Okay. Dash university in which she is studying is one of the best university in the world. ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിളാണ് എന്നുള്ളതാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. അവിടെ ഏതാണ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്? ഡി കൊടുത്തിട്ടുണ്ട്, എ കൊടുത്തിട്ടുണ്ട്, എൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ നോ ആർട്ടിക്കിൾ എന്നും കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഒരു പ്രത്യേക യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അവിടെ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദി ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ദ യൂണിവേഴ്സിറ്റി, ഒരു പ്രത്യേക യൂണിവേഴ്സിറ്റി ഇൻ വിച്ച് അവിടെ എന്താണ് ഷീ സ്റ്റഡിയിങ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ ദ വേൾഡ്. അവൾ പഠിക്കുന്ന അതാണ് ഏറ്റവും ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലേ, ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ആ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക യൂണിവേഴ്സിറ്റി എടുത്ത് പറയാണ്. അവിടെ എന്താണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദി ആണ്. ഓക്കെ,
ഇനി റൈറ്റ് ദ ക്വസ്റ്റ്യൻ ടാഗ് ഓഫ് ഗെറ്റ് ഔട്ട്. ഗെറ്റ് ഔട്ടിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഗെറ്റ് ഔട്ട് എന്നുള്ളതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതെന്താണ്? വിൽ യു ആണ് കേട്ടോ. ഗെറ്റ് ഔട്ട് എന്ന് എഴുതുന്നതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് എന്താണ്? വിൽ യു എന്നാണ് ഗെറ്റ് ഔട്ടിൻ്റെത്. അതായത് റിക്വസ്റ്റ്, അതുപോലെ കമാൻഡ് അല്ലെ, കമാൻഡ്, ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ടാഗ് വിൽ യു ആണ്. ഓക്കെ, ഇതില് നമുക്ക് എന്താണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് നോ വൺ ഹാസ് അറ്റൻഡഡ് ദ മീറ്റിംഗ്. ഹാസിൻ്റെ ഇവിടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു കേട്ടോ, അത് ശ്രദ്ധിക്കുക. ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫ്രം ദ ഫോളോയിങ്. ഇവിടെ സെന്റൻസും ക്വസ്റ്റ്യൻ ടാഗും തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഇതിൽ നിന്ന് ഗെറ്റ് ഔട്ട് എടുത്തു. എല്ലാം കൂടെ എഴുതണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഗെറ്റ് ഔട്ടിൻ്റെത് വില്യു ആണ്. കമാൻഡ്, അതുപോലെ റിക്വസ്റ്റ്, ഇതിൻ്റെയൊക്കെ ടാഗ് എപ്പോഴും കമാൻഡ് ചെയ്യുക അല്ലെ. കമാൻഡ് അറിയാലോ, റിക്വസ്റ്റ് അല്ലെ, റിക്വസ്റ്റ് ചെയ്യുക. അതിനൊക്കെ വില്യു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ടാഗ് വരിക എന്നുള്ളത് പഠിച്ചു വെച്ചേക്കാം. ഇനി ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നത് നോ വൺ ഹാസ് അറ്റൻഡഡ് ദ മീറ്റിംഗ്. അവിടെ ഹാസിൻഡ് ദേ എന്നാണ് ക്വസ്റ്റ്യൻ ടാഗ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഹാസിൻഡ് ദേ വരൂല. കാരണം എന്താ? ഹാസ് ദേ എന്നേ വരുള്ളൂ. കാരണം നോ വൺ ഹാസ് അറ്റൻഡഡ് ദ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്. കാരണം എന്താണ്? ആരും എന്ത് ചെയ്തിട്ടില്ല, മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അവിടെ വരുന്നത്. അപ്പൊ ഹാസ് ദേ എന്നേ ക്വസ്റ്റ്യൻ ടാഗിൽ വരുള്ളൂ. കാരണം ക്വസ്റ്റ്യൻ ടാഗ് അപ്പൊ പോസിറ്റീവ് ആയിരിക്കും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെറ്റ്സ് ഗോ ഫോർ എ ഫിലിം എന്നുള്ളതായിരുന്നു. അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഇവിടെ തന്നിട്ടുള്ളത് ഷുഡിന്റ് വി എന്നുള്ളതാണ്. ഷുഡിന്റ് വി എന്നുള്ളത് എന്താണ്? തെറ്റാണ്. അവിടെ ഷാൽ വി എന്നേ വരുള്ളൂ. ഓക്കെ, പിന്നെ ഷീ സെൽഡം അറ്റൻഡഡ് ദ മീറ്റിംഗ്. ഡിഡിന്റ് ഷീ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സെൽഡം എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഇതിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഡിഡ് ഷീ ആണ് കൊടുക്കുക. ഡിഡിൻ ഷീ എന്ന് പറയില്ല. കാരണം സെന്റൻസ് നെഗറ്റീവ് ആയാൽ ടാഗ് പോസിറ്റീവ് ആവും എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പൊ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. റൈറ്റ് ദ കറക്റ്റ് ഫ്രേസൽ വെർബ് ഓഫ് ദ വേർഡ് ക്യാൻസൽഡ്. അതും ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു കേട്ടോ. എങ്ങനെ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് ഫ്രേസൽ വെർബ് ഓഫ് ദ വേർഡ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്. ദ മീറ്റിംഗ് വാസ് ഡാഷ്. അവിടെ അതിന്റെ ഇതില് ബ്രാക്കറ്റിലാണ് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ക്യാൻസൽഡ് എന്നുള്ളത്. അപ്പോൾ ക്യാൻസൽഡ് എന്നുള്ളതിന്റെ ഫ്രേസൽ വെർബാണ് ചോദിച്ചിട്ടുള്ളത്. അത് കാൾഡ് ഓഫ് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ക്യാൻസൽ ആണെങ്കിൽ കാൾ ഓഫ്, ക്യാൻസൽഡ് എന്ന് പറയുമ്പോൾ കാൾഡ് ഓഫ് എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. ക്യാൻസൽഡ് എന്ന് പറഞ്ഞാലും കാൾഡ് ഓഫ് എന്ന് പറഞ്ഞാലും സെയിം ആണ് അല്ലെ. ഓക്കെ, ദ അനൗൺസർ അനൗൺസസ് ദാറ്റ് ഇറ്റ് ഈസ് ടൈം ടു ഡാഷ് ദ പ്രോഗ്രാം. ഓക്കെ, അതിൽ നമ്മോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അതിൽ ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നത് എന്താണ്? റാപ്പ് അപ്പ് കൊടുത്തിട്ടുണ്ട്, ടേക്ക് സൈഡ്സ് കൊടുത്തിട്ടുണ്ട്, ഗെറ്റ് കോൾഡ് ഫീറ്റ് കൊടുത്തിട്ടുണ്ട്, ബട്ടർ സംവൺ അപ്പ് എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ദ അനൗൺസർ അനൗൺസസ് ദാറ്റ് ഇറ്റ് ഈസ് ടൈം ടു ഡാഷ് ദ പ്രോഗ്രാം. അപ്പോൾ നമുക്ക് അവിടെ വേണ്ടത് കൺക്ലൂഡ് എന്നുള്ളതിന്റെ എന്താണ് മീനിങ് വരുന്നതാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. അവിടെ നമുക്ക് ഇതിന് യോജിച്ചത് റാപ്പപ്പ് എന്നുള്ളതാണ്. കൺക്ലൂഡ് എന്നുള്ളതിന് യോജിച്ചത് ഏതാണ്? റാപ്പപ്പ് ആണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ, ഈ ടേക്ക് സൈഡ്സ് എന്ന് കൊടുത്തിരുന്നല്ലോ. ടേക്ക് സൈഡ്സ് എന്ന് പറഞ്ഞാൽ പക്ഷം പിടിക്കുക അല്ലെങ്കിൽ പിന്തുണക്കുക എന്നുള്ളതായിരുന്നു. ഓപ്ഷൻ ബിയിൽ ടേക്ക് സൈഡ്സ് എന്നായിരുന്നു. അത് പക്ഷം പിടിക്കുക അല്ലെങ്കിൽ പിന്തുണക്കുക. ഇനി ഗെറ്റ് കോൾഡ് ഫീറ്റ് എന്നും ഓപ്ഷനിൽ കൊടുത്തിരുന്നു. ഗെറ്റ് കോൾഡ് ഫീറ്റ്, അതെന്താണ്? പേടിക്കുന്നതിനാണ് ഗെറ്റ് കോൾഡ് ഫീറ്റ്. ഇവിടെ അത് യോജിക്കൂല. അടുത്തത് ബട്ടർ സംവൺ അപ്പ് എന്ന് പറഞ്ഞാൽ പുകഴ്ത്തുന്നതിനെയാണ് ബട്ടർ സംവൺ അപ്പ് എന്ന് പറയുന്നത്. ബട്ടർ എന്താണ്? ബട്ടർ സംവൺ അപ്പ്. ബട്ടർ സംവൺ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുകഴ്ത്തുക കേട്ടോ. എന്താണ്? പുകഴ്ത്തുക. അതൊന്ന് ഓർത്തു വെച്ചേക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് കറക്റ്റ് പ്രിപ്പോസിഷൻ. ദ ബുട്ടീക്ക് ഈസ് സിറ്റുവേറ്റഡ് ഡാഷ് ദ സിറ്റി സെന്റർ. ഇതിന്റെ നമ്മൾ ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓണ് കൊടുത്തിട്ടുണ്ട്, ബൈ കൊടുത്തിട്ടുണ്ട്, ഫോർ കൊടുത്തിട്ടുണ്ട്, അറ്റ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു ഓപ്ഷൻ? ഓൺ ഉണ്ട്, ബൈ ഉണ്ട്, ഫോർ ഉണ്ട്, പിന്നെന്താണ്?
ഫോർ ഉണ്ട്, പിന്നെ ഏതാ കൊടുത്തിരുന്നത്, അറ്റ് കൊടുത്തിരുന്നു. അപ്പോൾ ഇവിടെ ദ ബുട്ടീക്ക് ഈസ് സിറ്റുവേറ്റഡ് ഡാഷ് ദ സിറ്റി. ഓൺ വരുമോ, ഇല്ല. ബൈ വരുമോ, ഇല്ല. ഫോറും വരൂല. പിന്നെ ഏതാ വരിക, അറ്റാണ് വരുന്നത്. കാരണം എന്താ, കൃത്യമായിട്ട് ഒരു സ്ഥലം പറയുകയാണെങ്കിൽ അതിന്റെ പ്രിപ്പോസിഷൻ, അതിന് മുന്നിൽ എന്താ വരിക, അറ്റ് എന്നാണ് വരിക കേട്ടോ. അപ്പൊ അറ്റ് ദ സിറ്റി സെന്റർ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് കുറച്ച് മലയാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. മലയാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എള്ളു കീറുക ഈ ശൈലിയുടെ അർത്ഥം എന്താണ് എന്നുള്ളതാണ്. എള്ളു കീറുക എന്ന് വെച്ചാൽ കർശനമായി പെരുമാറുന്നതിനെയാണ് എള്ളു കീറുക എന്ന് പറയുന്നത്. കർശനമായിട്ട് പെരുമാറുക, അതാണ് എള്ളു കീറുക. ഓക്കെ, അടുത്തത് സിംഹി, അതിന്റെ പുല്ലിംഗ പദം. നമുക്ക് സിംഹം എന്ന് തരാണെങ്കിൽ സ്ത്രീലിംഗ പദം ചോദിക്കുക ചിലപ്പോൾ നമുക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. സിംഹം എന്നുള്ളത് എന്താണ്, പുല്ലിംഗാണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഇവിടെ എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ, സിംഹിയുടെ പുല്ലിംഗ പദം എന്താണ് എന്നുള്ളതായിരുന്നു. എന്താണ്, സിംഹം എന്നാണ് അല്ലെ. ഓക്കെ, ഇനി പ്രൊബേഷൻ, ശരിയായ മലയാള പരിഭാഷ എന്ത്, പ്രൊബേഷൻ പീരീഡ് എന്നൊക്കെ പറയില്ലേ, അതെന്താണ്, നിരീക്ഷണ ഘട്ടം. പ്രൊബേഷൻ എന്ന് പറഞ്ഞാല് നിരീക്ഷണ ഘട്ടം എന്നുള്ളതാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വരിഗഡോ, അത് പിരിച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വരിഗഡോ എന്ന് പറഞ്ഞാല് വരിക പ്ലസ് എഡോ എന്നുള്ളതാണ് വരിഗഡോ. വരിക പ്ലസ് എഡോ എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, വരിഗഡോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പൂജക ബഹുവചനത്തിന് ഉദാഹരണം ചോദിച്ചിട്ടുണ്ട്. പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നത് മടിയർ കൊടുത്തിട്ടുണ്ട്, പണക്കാർ കൊടുത്തിട്ടുണ്ട്, മിടുക്കർ കൊടുത്തിട്ടുണ്ട്, വൈദ്യർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ പൂജക ബഹുവചനാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. ഈ മടിയർ എന്ന് പറയുമ്പോൾ ഒരു അലിംഗ ബഹുവചനാണ് അല്ലെ. മടിയർ എന്ന് പറയുമ്പോൾ എന്താണ്, അത് അലിംഗ ബഹുവചനമാണ്. മടിയർ അലിംഗമാണ്. കാരണം എന്താണ്, അത് അതില് ആണുങ്ങളും, അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും, അല്ലെങ്കിൽ ആണുങ്ങൾ എന്താണ് ആൺ പെൺ എന്ന് വ്യത്യാസമില്ലാത്ത മൊത്തത്തിൽ പറയാണ് നമ്മൾ മടിയർ എന്നുള്ളത്. അപ്പൊ അതൊരു അലിംഗ ബഹുവചനമാണ്. ഇനി പണക്കാർ എന്ന് പറഞ്ഞാലും അതിലും ആൺ പെൺ വ്യത്യാസമില്ലാതെ വരും അല്ലെ. അപ്പൊ അതും അലിംഗ ബഹുവചനമാണ്. ഇനി മിടുക്കർ എന്ന് പറഞ്ഞാലും രണ്ടു കൂട്ടരെയും നമ്മൾ എന്ത് പറയും, മിടുക്കർ എന്ന് പറയും. ഓക്കെ, അപ്പൊ അതും അലിംഗ ബഹുവചനമാണ്. മനസ്സിലായോ. ഇവിടെ വൈദ്യരാണ് പൂജക ബഹുവചനം അല്ലെ. ബഹുമാന സൂചകമായിട്ട് അല്ലെ, വൈദ്യർ എന്ന് പറയുന്നതാണ് എന്ത്, പൂജക ബഹുവചനം എന്ന് പറയുന്നത്. മനസ്സിലായോ. ഇനി അടുത്തത് വിൻ പ്ലസ് സ്ഥലം. വിൻ പ്ലസ് സ്ഥലം ചേർത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇടക്കിടക്ക് PS ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോഴും അത് PS വിട്ടിട്ടില്ല. വിണ്ടലം എന്നുള്ളതാണ്. വിൻ പ്ലസ് സ്ഥലം വിണ്ടലം. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ്, മകൾ അല്ലെ. മകൾ എന്നർത്ഥമുള്ള പദമേത്. മകൾ എന്നർത്ഥമുള്ള പദമാണ് തനയ. മകൾ എന്നർത്ഥമുള്ള പദം ഏതാണ്, അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചു വെച്ചേക്കുക. തനയ എന്നുള്ളത് മകൾ എന്നുള്ളതിന്റെ എന്താണ്, അർത്ഥമാണ്. തനയ ട്ടോ, തനയ. ഇനി എന്താ, ഇവിടെ ഓപ്ഷനിൽ സ്നുഷ കൊടുത്തിട്ടുണ്ടായിരുന്നു, ജെനി കൊടുത്തിട്ടുണ്ടായിരുന്നു, സ്നുതയും കൊടുത്തിട്ടുണ്ട്. ഇതിൽ സ്നുഷ എന്ന് പറഞ്ഞാല് മകന്റെ ഭാര്യയെ എന്ത് പറയും, മകന്റെ ഭാര്യയെയാണ് എന്തെന്ന് പറയുന്നത്, അത് സ്നുഷ. എന്താ പറയുന്നത്, സ്നുഷ. ഓക്കെ, മകന്റെ ഭാര്യ സ്നുഷ. ഇനി അടുത്തത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ജെനി. ജെനി എന്ന് പറഞ്ഞാല് എന്ത് ചെയ്യും, മകന്റെ എന്താണ്, മകന്റെ ഭാര്യയെ നമുക്ക് ജെനി എന്നും കൂടെ പറയാം കേട്ടോ. അതുപോലെ ജനനത്തിനും എന്ത് പറയാം, നമുക്ക് ജെനി എന്ന് പറയാം. ഓക്കെ, ജനനത്തിനും എന്ത് പറയാം, നമുക്ക് ജനനം, അതിനും ജെനി എന്ന് പറയാം. മകന്റെ ഭാര്യക്കും ജെനി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി സ്നുത എന്ന് വെച്ചാൽ ഓപ്ഷനിൽ കൊടുത്തതായിരുന്നേ സ്നുത. എന്താണ്, ഊറിയ, ഇറ്റിറ്റ് വീഴുന്ന, ചുരത്തിയ, ഇതൊക്കെയാണ് സ്നുത എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മകൾ എന്നർത്ഥമുള്ള പദം എന്ന് പറയുന്നത് ഏതാണ്, തനയ എന്നുള്ളതാണ്. ഓക്കെ, തനയ ട്ടോ. ഇനി രവം എന്നുള്ളതിന്റെ വിപരീതം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. രവം എന്നുള്ളതിന്റെ വിപരീതം വരുന്നത് എന്താണ്, നീരവമാണ്. നീരവമാണ് രവത്തിന്റെ വിപരീതം പറയുന്നത്. ഓക്കെ, നീരവം നമ്മൾ എങ്ങനെ പിരിച്ചെഴുതാന്നറിയോ, നീരവം നീർ
പ്ലസ് രവമാണ് നീരവം ട്ടോ. നീർ പ്ലസ് രവമാണ് എന്തെന്ന് പറയുന്നത്? നീരവം. നീർ പ്ലസ് രവം നീരവം. അത് മനസ്സിലാക്കി വെച്ചേക്കുക. പിന്നെ ഇവിടെ എന്താണ് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയായിരുന്നു എന്നറിയോ? ആരവം, അഹോരവം, ആരാവം. ഓക്കെ, അത് പോട്ടെ. ഇനി എന്താ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? അന്തഛിദ്രം ചേർത്തെഴുതുമ്പോൾ എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. അന്ത ഛിദ്രം ഇത് ചേർത്തെഴുതുമ്പോൾ എങ്ങനെ എഴുതും? ക്വസ്റ്റ്യൻ ഇവിടെ ഞാൻ ഇതിട്ടിട്ടില്ല കേട്ടോ. അധികം ഛിദ്രം എന്നുണ്ട് കേട്ടോ. ഇത് ചേർത്തെഴുതുമ്പോൾ എന്താണ്? അന്തഃഛിദ്രം എന്നാണ് വരുന്നത്. അന്തഃഛിദ്രം എന്നാണ് ഇവിടെ വരുന്നത് കേട്ടോ. അധികം ഛിദ്രം, അന്തഃഛിദ്രം അങ്ങനെയാണ് വരിക കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ. ഒറ്റപ്പദം ഏത്? ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ അല്ലെ? എന്താണ്? ആരാണ്? ജിജ്ഞാസു ആണ് അല്ലെ? ജ്ഞാനത്തിൽ ഇച്ഛ എന്ന് പറഞ്ഞാൽ ആഗ്രഹം അല്ലെ? ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ എന്താണ്? ജിജ്ഞാസു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കിങ്കരൻ. ഇത് ജിജ്ഞാസു പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറയാം. ഇതിൽ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന മറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ജയിക്കാൻ ആഗ്രഹിക്കുന്നവനെ എന്താ പറയാ? ജയിക്കാൻ ആഗ്രഹിക്കുന്നവനെ ജിഗീഷു എന്ന് പറയും. ജിഗീഷു ട്ടോ. ജിഗീഷു എന്ന് പറയും. ഓക്കെ, ജയിക്കാൻ ആഗ്രഹിക്കുന്നവനെ എന്താ പറയാ? ജിഗീഷു. ജയിക്കാൻ ആഗ്രഹിക്കുന്നവനെ എന്താ പറയാ? ജിഗീഷു. ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ജിഗീഷു. പിന്നെ മറ്റൊന്നാണ് എന്ത്? എന്താണ്? പോകാൻ ആഗ്രഹിക്കുന്നവനെ ജിഗമിഷു. അതാണ് പോകാൻ ആഗ്രഹിക്കുന്നവൻ. ഓക്കെ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. ഇനി കിങ്കരന്റെ സ്ത്രീലിംഗമാണ് ചോദിച്ചിട്ടുള്ളത്. കിങ്കരൻ സ്ത്രീലിംഗം എന്താണ്? കിങ്കരിയാണ് ട്ടോ. കിങ്കരിയാണ് സ്ത്രീലിംഗം എന്ന് പറയുന്നത്. കിങ്കരൻ, കിങ്കരി. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ് ചോദിച്ചിട്ടുള്ളത്. അലിംഗ ബഹുവചനം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? മിടുക്കർ എന്നുള്ളത് എന്താണ്? ഒരു അലിംഗ ബഹുവചനം. അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ നമ്മൾ എന്ത് പറയും? മിടുക്കർ എന്ന് തന്നെയാണ് പറയാ അല്ലെ? രണ്ടു കൂട്ടർക്കും നമ്മൾ മിടുക്കർ എന്ന് പറയും. അപ്പം അതൊരു അലിംഗ ബഹുവചനമാണ്. പിന്നെ ഇവിടെ അമ്മമാര് കൊടുത്തിട്ടുണ്ട്. അമ്മമാർ എന്നുള്ളത് അലിംഗമാണോ? അല്ല, സലിംഗമാണ് അല്ലെ? അമ്മ എന്നുള്ളത് സ്ത്രീയാണ് അല്ലെ? അപ്പൊ അതൊരു സലിംഗം, സ്ത്രീ ആ ഒരു ഇതിന് മാത്രമുള്ളതാണ്. അപ്പൊ അമ്മമാര്, പിതാക്കള്, അതുപോലെ ഭട്ടര് അതിൽ വരില്ല അല്ലെ? ഓക്കെ, അപ്പം അങ്ങനെയാണ് വരുന്നത്. ഇനി വാങ്മയം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വാക്ക് പ്ലസ് മയമാണ് വാക്മയം. എന്താണ്? വാക്ക് അധികം മയമാണ് എന്തെന്ന് പറയുന്നത്? വാങ്മയം എന്ന് പറയുന്നത്. വാക്ക് ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് വാഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. വാഗ് പ്ലസ് മയം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ വാങ് പ്ലസ് മയം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെന്താ കൊടുത്തിട്ടുണ്ടായിരുന്നത്? വാക്ക് പ്ലസ് മയം. അപ്പം നമുക്ക് അറിയാം ഏതാണ്? വാഗ് പ്ലസ് മയം. വാക്ക് ഈ ഡബിൾ ഇതില്ല കേട്ടോ, രണ്ട് കായില്ല. വാക്ക് പ്ലസ് മയമാണ് വാക്മയം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിസ്സഹായന്മാരെ ഉപദ്രവിക്കരുത് എന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല്ലാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? നിസ്സഹായന്മാരെ ഉപദ്രവിക്കരുത് എന്നുള്ളതിനുള്ള പഴഞ്ചൊല്ല് എന്ന് പറയുന്നത് കുരുടന്മാരോട് അരുത് എന്നുള്ളതാണ്. എന്താണ്? കുരുടന്മാരോട് അരുത് എന്നുള്ളതാണ് നിസ്സഹായന്മാരെ ഉപദ്രവിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നത് കുടിക്കുന്ന വെള്ളത്തിൽ കോലിട്ടിളക്കരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്താണ്? കുടിക്കുന്ന വെള്ളത്തിൽ കോലിട്ടിളക്കരുത് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യരുത്. മറ്റൊന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്താണ്? ഉണ്ടച്ചോറ്റിൽ കല്ലിടരുത്. അതെന്താണ്? നന്ദികേട് കാണിക്കരുത് അല്ലെങ്കിൽ ചതിയിൽ പെടുത്തരുത് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? പിടിച്ചിടത്ത് ഓടിക്കരുത് എന്നും കൊടുത്തിരുന്നു. പിടിച്ചിടത്ത് ഓടിക്കരുത്, അതായത് എന്താണ്? സ്വയം ആപത്തിൽ ചാടരുത് എന്നാണ് പിടിച്ചിടത്ത് ഓടിക്കരുത് എന്നുള്ളതിന്റെ ആ ഒരു മീനിങ് വരുന്നത് കേട്ടോ. അപ്പൊ നിസ്സഹായന്മാരെ ഉപദ്രവിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ലാണ് കുരുടന്മാരോട് അരുത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മലയാളം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, നോക്കാം നമുക്ക്.
കിഫ്ബി രൂപീകരിച്ചതിന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ആഘോഷിക്കുന്നത്? 2025 അപ്പൊ കിഫ്ബി രൂപീകരിച്ചതിന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ആഘോഷിക്കുന്നത്? 25ാമത്തെ. വിക്കിപീഡിയക്ക് ബദലായി എക്സ് സിഇഒ ഇലോൺ മസ്ക് അവതരിപ്പിച്ച ഓൺലൈൻ സർവ്വവിജ്ഞാന കോശം. വിക്കിപീഡിയക്ക് ബദലായിട്ട് എക്സ് സിഇഒ ഇലോൺ മസ്ക് അവതരിപ്പിച്ച ഓൺലൈൻ സർവ്വവിജ്ഞാന കോശമാണ് ഏതെന്ന് പറയുന്നത്? ഗ്രോക്കിപീഡിയ എന്ന് പറയുന്നത്. ഏതാണ്? ഗ്രോക്കിപീഡിയ കേട്ടോ, ഗ്രോക്കിപീഡിയ. ഇനി ലോകകപ്പിൽ ഗംഭീര പ്രകടനത്തോടെ വനിതകളുടെ ഏകദിന ക്രിക്കറ്റ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തെത്തിയ വനിത. ലോകകപ്പിൽ ഗംഭീര പ്രകടനത്തോടെ വനിതകളുടെ ഏകദിന ക്രിക്കറ്റ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തെത്തിയ വനിത എന്ന് പറയുന്നത് ലോറ വോൾവാർഡ് ആണ്. 2ാം സ്ഥാനം സ്മൃതി മന്ദാനക്കുമാണ്. 2ാം സ്ഥാനം സ്മൃതി മന്ദാന. ഫസ്റ്റ്, അതായത് ലോകകപ്പിൽ ഗംഭീര പ്രകടനത്തോടെ വനിതകളുടെ ഏകദിന ക്രിക്കറ്റ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തെത്തിയ വനിത എന്ന് പറയുന്നത് ലോറ വോൾവാർഡ് ആണ്. ആരാണ്? ലോറ വോൾവാർഡ്. ഇനി മഹാരാഷ്ട്രയിലെ സാംഗ്ലി ജില്ലയിലെ, സാംഗ്ലി ജില്ല എവിടെയാണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ സാംഗ്ലി ജില്ലയിലെ ഇസ്ലാംപൂർ സിറ്റിയുടെ പുതിയ പേര് ഈശ്വർപൂർ എന്നാണ്. മഹാരാഷ്ട്രയിലെ സാംഗ്ലി ജില്ലയിലെ ഇസ്ലാംപൂർ സിറ്റിയുടെ പുതിയ പേര് ഈശ്വർപൂർ എന്നാണ്. ലോക സുനാമി ബോധവൽക്കരണ ദിനം നവംബർ 5. ലോക സുനാമി ബോധവൽക്കരണ ദിനം എന്ന് പറയുന്നത് നവംബർ 5 ആണ്. നവംബർ 5 അന്ന് അതിന്റെ തീം എന്ന് പറയുന്നത് എന്തായിരുന്നു? ബി സുനാമി റെഡി, ഇൻവെസ്റ്റ് ഇൻ സുനാമി പ്രിപ്പയർനെസ്. ബി സുനാമി റെഡി, ഇൻവെസ്റ്റ് ഇൻ സുനാമി പ്രിപ്പയർനെസ് എന്നുള്ളതാണ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ഇന്ത്യയിലെ 94ാമത് റാംസാർ സൈറ്റ് ഏത്? ഇന്ത്യയിലെ 94ാമത് റാംസാർ സൈറ്റ് ഗോഗാബീൽ തടാകമാണ്. ഇന്ത്യയിലെ 94ാമത് റാംസാർ സൈറ്റ് എന്ന് പറയുന്നത് ഗോഗാബീൽ തടാകം. ഇന്ത്യയിലെ 94ാമത് റാംസാർ സൈറ്റ് ഗോഗാബീൽ തടാകമാണ്. ബീഹാറിലെ കത്തിഹാർ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ബീഹാറിലെ ഏത് ജില്ലയില്? കത്തിഹാർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗംഗ, മഹാനന്ദ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഓക്സ്ബോ തടാകമാണ് ഗോഗാബീൽ തടാകം എന്ന് പറയുന്നത്. ഗംഗ അതുപോലെ മഹാനന്ദ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഓക്സ്ബോ തടാകം. രാജ്യത്തെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് തടാകമാണ് ഏതെന്ന് പറയുന്നത്? ഗോഗാബീൽ തടാകം എന്ന് പറയുന്നത്. ഇനി ഉത്തർപ്രദേശിൽ നിലവിൽ വരുന്ന പുതിയ ജില്ല അറിയപ്പെടുന്നത് കല്യാൺ സിംഗ് നഗർ ആണ്. കല്യാൺ സിംഗ് നഗർ ആണ് എന്തെന്ന് പറയുന്നത്? ഉത്തർപ്രദേശിൽ നിലവിൽ വരുന്ന പുതിയ ജില്ല. ഇത് ഉത്തർപ്രദേശിലെ എത്രാമത്തെ ജില്ലയാണെന്ന് ചോദിച്ചാൽ 76ാമത്തെ ജില്ലയാണ്. എത്രാമത്തെ ജില്ലയാണ്? 76ാമത്തെ ജില്ലയാണ്. ഓക്കെ. ഇനി അടുത്തത് നോക്കാം നമുക്ക്. അന്താരാഷ്ട്ര നാണയ നിധിയുടെ അന്താരാഷ്ട്ര നാണയ നിധിയുടെ അതായത് IMFന്റെ കണക്കുകൾ പ്രകാരം ആഗോളതലത്തിൽ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ അതായത് GDP അടിസ്ഥാനത്തിൽ കടബാധ്യത കൂടിയ രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനം ജപ്പാനാണ്. ഇന്ത്യക്ക് 35ാം സ്ഥാനമാണ്. അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്ക് പ്രകാരം ആഗോളതലത്തിൽ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ അടിസ്ഥാനത്തിൽ കടബാധ്യത കൂടിയ രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനം ജപ്പാനും ഇന്ത്യക്ക് 35ാം സ്ഥാനവുമാണ്. 2025 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ വേദി പാലക്കാട്. 2025 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവ വേദി ഏതായിരുന്നു? പാലക്കാട്. 2025 നടക്കുന്ന ദേശീയ ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ മലയാളി താരങ്ങൾ അശ്വതിയും ഇമ്രാനുമാണ്. 2025 നടക്കുന്ന ദേശീയ ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ മലയാളി താരങ്ങളാണ് അശ്വതിയും ഇമ്രാനും. അശ്വതിയും ഇമ്രാനും 2025 നടന്ന ദേശീയ ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ മലയാളി താരങ്ങളാണ് അശ്വതിയും ഇമ്രാനും. ഓക്കെ. ഇതിലാണ് ദേശീയ ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ. ദേശീയ ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് 2025 വേദി എവിടെയായിരുന്നു? ഗോണ്ട. എവിടെയാണ്? ഉത്തർപ്രദേശ്. ഗോണ്ട ഉത്തർപ്രദേശ് ആണ് ദേശീയ ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് 2025 വേദി. അല്ലെ? അശ്വതി ഇമ്രാൻ മറക്കരുത്. ഇനി ചൈനീസ് അതിർത്തിയിൽ ഇന്ത്യ നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് പൂർവി പ്രചണ്ഡ് പ്രഹാർ. ചൈനീസ് അതിർത്തിയിൽ
ഇന്ത്യ നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസം അറിയപ്പെടുന്നത് പൂർവി പ്രചണ്ഡ് പ്രഹാർ എന്നാണ്. മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കായുള്ള സംസ്ഥാന കമ്മീഷന്റെ അധ്യക്ഷൻ റിട്ടയേർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണ്. റിട്ടയേർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണ് മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്നവർക്കായുള്ള സംസ്ഥാന കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റിട്ടയേർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. ഇനി ദിവി വിജേഷ് എന്നാണ് 2025 വനിതാ ശിശു വികസന വകുപ്പ് നൽകുന്ന ഉജ്ജ്വല ബാല്യം എന്താണ് ഉജ്ജ്വല ബാല്യം പുരസ്കാരത്തിന് അർഹയായ ചെസ് താരമാണ് ദിവി വിജേഷ് എന്ന് പറയുന്നത്. 2025 വനിതാ ശിശു വികസന വകുപ്പ് നൽകുന്ന ഉജ്ജ്വല ബാല്യം പുരസ്കാരത്തിന് അർഹയായ ചെസ് താരമാണ് ദിവി വിജേഷ് എന്ന് പറയുന്നത്. ഓക്കെ, ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ എത്രാമത്തെ വാർഷിക ആഘോഷങ്ങൾക്കാണ് നവംബർ 7 തുടക്കം കുറിക്കുന്നത്? 150ാമത്തെ. ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരത്തിന്റെ എത്രാമത്തെ വാർഷികാഘോഷങ്ങൾക്കാണ് നവംബർ 7 തുടക്കം കുറിച്ചത്? 150ാമത്തെ. 150ാമത്തെ. ഇനി അടുത്തത്, തെരുവു നായ്ക്കളെ വന്ധ്യംകരിച്ച് ഷെൽട്ടർ ഹോമിൽ പാർപ്പിക്കണമെന്ന് വിധി പുറപ്പെടുവിച്ച കോടതിയാണ് സുപ്രീം കോടതി. തെരുവു നായ്ക്കളെ വന്ധ്യംകരിച്ച് ഷെൽട്ടർ ഹോമിൽ പാർപ്പിക്കണമെന്ന് വിധി പുറപ്പെടുവിച്ച കോടതി സുപ്രീം കോടതി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനാകുന്നത് ആരാണ്? K ജയകുമാർ ആണ് കേട്ടോ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? K ജയകുമാർ ആണ്. K ജയകുമാർ. അടുത്തിടെ അന്തരിച്ച DNA-യുടെ ഘടന കണ്ടുപിടിച്ചതിന് നൊബേൽ സമ്മാനം നേടിയ അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ജെയിംസ് വാട്സൺ. അടുത്തിടെ അന്തരിച്ച DNA-യുടെ ഘടന കണ്ടുപിടിച്ചതിന് നൊബേൽ സമ്മാനം നേടിയ അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ആരെന്ന് പറയുന്നത്? ജെയിംസ് വാട്സൺ അല്ലെ. അടുത്തിടെ അന്തരിച്ചു. 1962 വൈദ്യശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ആർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു? ജെയിംസ് വാട്സന്. ഏത് വർഷം? 1962. അമേരിക്കൻ ലോസ് ആഞ്ചലസ് അക്കാദമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ചിത്രമാണ് ബ്രഹ്മയുഗം. അമേരിക്കൻ ലോസ് ആഞ്ചലസ് അക്കാദമി മ്യൂസിയത്തിൽ എവിടെ? അമേരിക്കൻ ലോസ് ആഞ്ചലസ് അക്കാദമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ചിത്രം എന്ന് പറയുന്നത് ബ്രഹ്മയുഗമാണ്. ബ്രഹ്മയുഗം. ഐക്യരാഷ്ട്രസഭയുടെ ജല കൺവെൻഷനിൽ ചേരുന്ന ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശാണ്. ഐക്യരാഷ്ട്രസഭയുടെ ജല കൺവെൻഷനിൽ ചേരുന്ന ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? ബംഗ്ലാദേശാണ് കേട്ടോ. ബംഗ്ലാദേശാണ് ഐക്യരാഷ്ട്രസഭയുടെ ജല കൺവെൻഷനിൽ ചേരുന്ന ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശ്. ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 102ാം റാങ്ക് ആണ്. ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 102ാമത്തെ റാങ്ക് ആണ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. റാങ്കുകളുടെ കാര്യം പറഞ്ഞപ്പോൾ ഏതാണ്? അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്ക് പ്രകാരം ആഗോളതലത്തിൽ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ, അതായത് GDP-യുടെ അല്ലെ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെ, അതിൽ അടിസ്ഥാനത്തിൽ കടബാധ്യത കൂടിയ രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനം ജപ്പാനാണ്. ഇന്ത്യയുടെ സ്ഥാനം 35ആണെന്നൊക്കെ പറഞ്ഞിരുന്നു. അതുകൂടെ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി എന്തുണ്ടാവും? ഇതിൻ്റെ എക്സാം ടെലഗ്രാം ചാനലിൽ നൽകുന്നതായിരിക്കും. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും ഒക്കെ നൽകുന്നതായിരിക്കും. ജോയിൻ ചെയ്യാത്തവരെന്ത് ചെയ്യുക? അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ശരി, താങ്ക് യു.